അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപയുടെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവരെ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ എനിക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരാ എന്നേക്കും. ആമേൻ. എൻ്റെ മക്കളെ, നമ്മളെ ഈ കരിമരുന്നില്ലേ, കരിമരുന്ന് ഇപ്പം ചില ആൾക്കാർ ഉടമ്പടിയിലൊക്കെ ചെയ്യണത് തീ കൊളുത്തും, പക്ഷേ മരുന്നുണ്ടാകത്തില്ല. ഞാൻ പണ്ട് ഈ മാതാവിൻ്റെ വടക്കുവാസം തുടങ്ങിയില്ല. അപ്പോൾ ഞാനൊരു 6-ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ പരിപാടി എന്താണെന്ന് അറിയാമോ? മാതാവിൻ്റെ വടക്കുവാസത്തിന് ഈ ആൾക്കാർക്ക്, ഈ പടുക്കക്കാർക്ക് അറിയാം ഈ മാതാവിൻ്റെ ഈ ഞങ്ങളെല്ലാം ആ നാട്ടിലുള്ള പള്ളിത്തോടുകാർ മൊത്തം കത്തോലിക്കലാണ് അവിടെ ഉള്ളത്. വളരെ അപൂർവമായ അക്രൈസ്തരുള്ളൂ. 1, 2, 5, 6 വീട്ടുകാരെ ഉണ്ടാകും. അപ്പോൾ പടുക്കക്കാർക്കറിയാം ഈ വണക്കമാകുമ്പോൾ തന്നെ അവർ കൊട്ടയിൽ പടുക്കോഞ്ഞ് പോകുന്നുകൊണ്ട് വരും. നാട്ടുപുറത്തല്ലേ, അപ്പോൾ അവിടെ വേറെ ഇന്നത്തെ പുറത്ത് വണ്ടിയൊന്നുമില്ല ഞാൻ കാലത്ത്. അപ്പോൾ എൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്ത് തോടാണ്. തോടിൻ്റെ അപ്പുറത്തൂടെ അപ്പോൾ പടക്കക്കാരൻ വരുമ്പോൾ ഞാൻ നോക്കി നിൽക്കും, എനിക്കറിയാതെ പടക്കക്കാരനാണെന്ന് അറിയാം. അപ്പോൾ അപ്പനെ വിളിച്ചുകൊണ്ട് വരും. കാര്യം അപ്പൻ്റെ കാശ്, നമ്മുടെ കാശില്ലല്ലോ. അപ്പോൾ അപ്പനെ പിടിച്ച് നിർത്തും. ഈ പടക്കക്കാരൻ തോടിൻ്റെ അപ്പുറത്തൂടി പോകുമ്പോൾ അയാൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുകൂടി പോകുമ്പോൾ അപ്പം വിളിക്കണ്ടേ,
അത് കാരണം അപ്പനെ വിളിച്ച് നിർത്തും. അപ്പം അതേ പടുക്കക്കാരൻ തന്നെ അപ്പം പോയില്ലേ എന്ന് പറഞ്ഞ് വിളിച്ച് നിർത്തും. അപ്പോൾ അപ്പന് ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. കാര്യം മാതാവിൻ്റെ രൂപമൊക്കെ കഴുകി ഞങ്ങളെ കൊണ്ട്, ഞാൻ എപ്പോഴും പറയാനുള്ളത് നിങ്ങളോടല്ലേ, ആ രൂപക്കൂടൊക്കെ ഉണ്ടാക്കി വെക്കണത് മെയ് മാസത്തിലാണ്. അത് ഈ അപ്പൻ 2 കാര്യങ്ങൾ ചെയ്യണത് വെച്ചാൽ ഈ തന്നെത്താനാണ് എല്ലാം ചെയ്യത്തുള്ളൂ. എൻ്റെ കുർബാന കുർബാനക്കളപ്പാട പോലും ഞാൻ കുറേ ചമ്മീലുണ്ട്. കാര്യത്തിൽ അപ്പം തന്നെ ഈ കപ്പോലൊക്കെ ഉണ്ടാക്കത്തുള്ളൂ തന്നെത്താൻ. അത് ഈ ലാത്ത പേപ്പറൊക്കെ വെച്ചുണ്ടാക്കും. അതും തലയിൽ വെച്ചുകൊണ്ടാണ് ഞാൻ കുർബാനക്കളപ്പാടിന് പോയത്. അപ്പോൾ അത് ചില ആൾക്കാരെല്ലാം നോക്കും. അവിടെ ഒരു 10-300 പിള്ളേരുണ്ടെങ്കിൽ എല്ലാവരുടെ ആൾക്കാരെല്ലാം എൻ്റെ തലയുടെ നോക്കണത്. അതപ്പോഴും ഈ മുല്ലപ്പൂവൊക്കെ ഇങ്ങനെ ഞാൻ ഇന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ ലോക ചമ്പലാണ് ഈ സംഭവം. കാര്യം പുള്ളിക്കാരെല്ലാം ഇങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയും അങ്ങനെ ഒരു കലാകാരനായിരുന്ന ആൾ. അതുകൊണ്ട് രൂപക്കൂട ഉണ്ടാക്കും. ഇതുപോലെ രൂപക്കൂട ഉണ്ടാക്കി അപ്പം ഒരു 1.5 ദിവസത്തെ പണിയാണത്. എന്നിട്ട് ലാത്തപ്പൂവൊക്കെ വെട്ടി ഒരു കൂടൊക്കെ ആക്കി മാതാവിൻ്റെ അടുത്ത് വെച്ച് കഴിയുമ്പോൾ അപ്പന് സമാധാനമാകും. എന്നിട്ട് അതിൻ്റെ അകത്ത് അപ്പൻ എല്ലാ ശനിയാഴ്ചയും പോയി എല്ലാ ദിവസവും പൂ പറിച്ച് വെക്കാത്ത ഒറ്റ ദിവസം ഉണ്ടാകത്തില്ല. എല്ലാ ദിവസവും പൂ പറിച്ച് വെക്കും. അത് വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന അപ്പനാണ്, അമ്മയല്ല. എല്ലാ വീടുകളിലും കുഞ്ഞുങ്ങളും സ്ത്രീകളൊക്കെ അല്ലേ ചെയ്യണത്. ഇത് അപ്പനാണ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം. ഈ പൂ പറിച്ച് വെക്കണതും ഒരു 10-12 ചെമ്പരത്തി പൂ പറിച്ചിട്ട് വെക്കും. അപ്പോഴേ എന്താ സാധിക്കും, പടുക്കക്കാരനെ വിളിച്ചിട്ട് വരുമ്പോൾ വലിയ കാശൊന്നും ഉണ്ടാകത്തില്ല. കൊച്ചു കാശേ കൂടുതൽ സാധനം മേടിക്കണമെന്നുള്ളതാണ് എല്ലാവരുടെ എൻ്റെ അപ്പൻ്റെയൊക്കെ തലയിരിക്കണത്. അപ്പോൾ ഞാനിങ്ങനെ പടുക്കത്തിൻ്റെ ഇത് മാറ്റി നോക്കും. ഇങ്ങനെ പടുക്കത്തിൻ്റെ അടിയിൽ ഇറിച്ചിൽ വാണമെന്ന് പറഞ്ഞ സാധനമുണ്ട്, ഇപ്പം ഇല്ലത്. അപ്പം ഞാൻ ഇറിച്ചിൽ വാണം ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ പടുക്കത്തെ അടി വെച്ചിരിക്കും. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ച് ഇത്രയുള്ളൊരു സാധനമാണ്. അതിൻ്റെ അകത്ത് മുഴുവനും കരിമരുന്നാണ്. കരിമരുന്ന് കയറ്റിയിട്ട് അപ്പൻ്റെ അപ്പോൾ 2 ഇറിച്ചിൽ വാണമേ മേടിക്കത്തുള്ളൂ. ഒരു വണക്കത്തിൻ്റെ ദിവസം കത്തിക്കാൻ വേണ്ടി 5-8 പടുക്കവും പൊട്ടിക്കും. 2 ഇറിച്ചിൽ വാണം അത് അപ്പം തന്നെ വിട്ടുള്ളൂ, നമ്മളെ കാണിക്കുന്നേ ഉള്ളൂ. തിരി കത്തിച്ച് സന്ധ്യയ്ക്ക് ഇങ്ങനെ തീയും കത്തിച്ച് വെച്ചും അപ്പൻ ഇറിച്ചിൽ വാണം വിടും. ഞങ്ങളുടെ കിഴക്ക് വശത്ത് കുറച്ച് സ്ഥലമുള്ള കാരണം അപ്പൻ അങ്ങോട്ടാണ് വിടണത്. പക്ഷേ ആ ഇറിച്ചിൽ വാണം കെട്ടണമെങ്കിൽ 2 അത് അപ്പനമ്മ ഒരു ഗുസ്തി ഉണ്ടാകും. അതൊക്കെ പോകുമ്പോൾ എന്നുവെച്ചാൽ പെരടിക്കണ ചൂലിനടിക്കുക എന്നാണ് ഈ ഇറുക്കിലെടുക്കേണ്ടത്. അത് അപ്പം പൊക്കിയെടുക്കും. അപ്പോൾ അമ്മ അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കും. എന്നിട്ട് ഈ ഇറിച്ചിൽ വാണത്തിൽ ചാക്കുന്നൂല് കൊണ്ട് ഈ വാല് കെട്ടി വെക്കണം ഈ ഇറുക്കിലിൻ്റെ. എന്നിട്ടാണ് കത്തിച്ച് വിടുന്നത്. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കത്തിച്ചാലും ചില ഇറിച്ചിൽ വാണം വിട്ടാലും പോകത്തില്ല. കാര്യം അത് മരുന്ന് നനഞ്ഞിട്ടുണ്ടാകും. അതിപ്പോൾ ഈ പണ്ടത്തെ പെരയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ എങ്ങനെയായാലും വർഷകാലത്ത് ഈ മെയ് മാസത്തിലൊക്കെ ചില സമയത്ത് മെയ് അവസാനം ആകുമ്പോഴൊക്കെ മഴയുടെ പൂരമായിരിക്കും. അത് പോകത്തില്ല. എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ അത് സൂക്ഷിച്ചൊക്കെ വെച്ച് 1-2 പൊട്ടിക്കും. പക്ഷെ അത് മാതാവുമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ ഒരു വീട്ടിലെ പെരുന്നാളാണേ. വീട്ടിലെ പെരുന്നാൾ കരിമരുന്ന് പ്രയോഗവും പെരുന്നാളൊക്കെയാണ് ഈ വണക്കമെന്ന് പറയണത്. നിങ്ങളുടെ വീട്ടിലൊക്കെ അത് ഉണ്ടെങ്കിൽ കളയരുത് കേട്ട. അത് നമ്മൾ ദൈവമായിട്ട് ഉള്ള ഒരു ഭയങ്കര സൗഹൃദമായിട്ടുള്ള സമ്മേളനമാണ് ആ സായാഹ്നങ്ങളൊക്കെ വണക്കം. അതൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വേദപാഠം കൂടിയാണത് ഈ വണക്കം എന്ന് പറയണത്. അതൊക്കെ പോയിട്ട് പിന്നെ എന്താ ഉള്ളത്, ഇവന്മാർ റീലും നോക്കിക്കൊണ്ടിരിക്കും. എന്നാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ റീൽ നോക്കാൻ വേണ്ടി പിള്ളേരുടെ വഴിക്ക് വിട്ടു. എന്നിട്ട് അവർ 10-50 വയസ്സാകുമ്പോൾ അവർക്ക് 50 വയസ്സാകുമ്പോൾ നിങ്ങളെടുത്ത് പുറത്ത് കളയത്തേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടിടും. അങ്ങനെ കിട്ടാൻ കുഴപ്പമൊന്നുമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ കർത്താവിനെ കൊടുത്തിട്ടില്ല. അവർക്ക് കർത്താവ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് പട്ടിണിയാണെന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ നോക്കും, സംരക്ഷിക്കും. നിങ്ങൾ തന്നെ അതിൻ്റെ അകത്ത് എനിക്കിൻ്റെ അകത്ത് ഒരു സങ്കടം തോന്നാറില്ല. ചില ആൾക്കാർക്ക് ചില ഭവിഷ്യത്ത് സംഭവിക്കുമ്പോൾ അവർ കൊടുക്കേണ്ട സമയത്ത് അവരുടെ കൈ കുഞ്ഞുങ്ങളുണ്ടാകുന്ന സമയത്ത് അവർക്ക് വേറെ കലാപരിപാടിയൊക്കെ ഇരുന്ന് അവർ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും നിങ്ങൾ തിരിച്ചു വരുമ്പോൾ അവർക്ക് നിങ്ങളെ ശ്രദ്ധിക്കണം നിർബന്ധമില്ല. അപ്പം അതിൽ ഞാൻ പറഞ്ഞു വരണത് ഈ ചില ആൾക്കാർ ഈ ഉടമ്പടി എടുക്കണത് ഇങ്ങനെ കത്തിക്കും. പക്ഷേ ഇറിച്ചിൽ വേണം മേലോട്ട് പോകത്തില്ല. അവരുടെ ഉടമ്പടി മുന്നോട്ട് പോകത്തില്ല. അതെന്താ കാര്യം? ഒന്നെങ്കിൽ മരുന്ന് നനഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ എന്ത് മരുന്ന് ഉണ്ടാകത്തില്ല. ആ മൂട്ടിൽ കുറച്ച് കത്തിക്കുകയായിരിക്കും നമ്മൾ. അതിനുസരിച്ച് മുന്നേ പോകണ്ടേ. എന്താ കാര്യത്തിന് ഉടമ്പടിയുടെ മരുന്നെന്ന് പറയുന്നത് പ്രേക്ഷിത പ്രവർത്തനമാണ്. അത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. അത് എന്നോട് മാതാവ് ഒത്തിരി പറഞ്ഞിട്ടുണ്ട് ആ കാര്യത്തെക്കുറിച്ച്.
എൻ്റെ പരിശുദ്ധാത്മാവ് ഈശോ എല്ലാവരും എന്നെ പഠിപ്പിച്ചിരിക്കണം ഈ സംഭവമാണ്. പ്രേക്ഷിത പ്രവർത്തനം എന്താണ്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം. ഒരാളെ കണ്ടാൽ കർത്താവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. ഒരാളെ കണ്ടാൽ കർത്താവിനെ കുറിച്ച് സംസാരിക്കണം. അങ്ങനെ കർത്താവിനെ കുറിച്ച് സംസാരിക്കുന്ന ആളാണെന്ന് ദൈവത്തിനെ ബോധ്യപ്പെടുത്തണം. അതാണ് ദൈവത്തിൻ്റെ സ്ഥൈര്യലേപനം എന്ന് ഞാൻ പറയും. നമുക്ക് നാളെ അതിനെക്കുറിച്ച് പറയാമേ. ദൈവത്തിൻ്റെ ഇപ്പം നമുക്ക് മാത്രം സ്ഥൈര്യലേപനം കിട്ടിയാൽ പോരെ, തിരിച്ച് ദൈവത്തിന് സ്ഥൈര്യലേപനം കിട്ടണം. അതായത് കർത്താവിനെ കൈമാറുന്ന വ്യക്തി കാണുമ്പോൾ ഇപ്പം ചില ആൾക്കാരുടെ കുഴപ്പം വെച്ചാൽ അവരാ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രമേ ചെയ്യത്തുള്ളൂ ഉടമ്പടിയുടെ. അവർ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യത്തില്ല. ഇപ്പോൾ ഉദാഹരണം നോക്കിയേ, സാത്താൻ ഇടിമിന്നൽ പോലെ താഴെ വീണമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞില്ലേ, ഉടമ്പടി ദേഹത്തിൽ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് വരുന്നത്? ലൂക്കാ 10:18 അവൻ പറഞ്ഞു സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നത്. ആ ഉപമ പറയേണ്ട വല്ല കാര്യമുണ്ടാ? പക്ഷെ പറയണം. കാര്യം സ്വർഗത്തിൽ നിന്ന് മുകളിൽ താഴെ വീഴുന്ന പല സാധനങ്ങളുണ്ട്. എന്താണ്? സാത്താൻ താഴെ വീഴണത് അപ്പം തടി വീഴണ പോലെ അല്ല. അപ്പം തടി വീഴണമെങ്കിൽ താഴെ വരുമ്പോൾ ഒരു കൊല്ലം എടുക്കും. അങ്ങനെയല്ല. സാത്താൻ ഠോ എന്ന് പറഞ്ഞാൽ വീഴുകയാണ്. എപ്പോഴാണ് വീഴണത്? എങ്ങനെയാണ് ഇങ്ങനെ തിന്മയുടെ ശക്തി നമ്മുടെ കുടുംബത്തിൽ പെട്ടെന്ന് അകന്നു പോകണം? എന്താ അത്? പ്രേക്ഷിത വേല ചെയ്യുമ്പോഴാണ്. മത്തായിയുടെ സുവിശേഷം 10:7 പോകുമ്പോൾ അവരെ പറഞ്ഞു വിടണം. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അതായത് നിത്യതയെക്കുറിച്ച് പറയണം. അതാ ഉദ്ദേശിക്കുന്നത്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കണം എന്നല്ല പറയേണ്ടത്. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ പോകുമ്പോൾ എന്തിനെക്കുറിച്ച് പറയണം? നിത്യതയെക്കുറിച്ച് പറയണം. ബൈബിൾ എന്ത് പറയണം? ബൈബിളിൻ്റെ ലക്ഷ്യം എന്താ? നിത്യതയല്ലേ. നിത്യതയെക്കുറിച്ച് പറയാതെ ആൾക്കാർ പറയും ഭൂമിയെക്കുറിച്ചാണ് പറയണത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണ എല്ലാവരും ചോദിക്കണ ഭൂമിയെക്കുറിച്ചല്ലേ. വല്ലതും പിള്ളേരായില്ലേ എന്ന് ചോദിക്കുന്നത് ഭൂമിയെക്കുറിച്ചല്ലേ ചോദിക്കണേ. കല്യാണം കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ തന്നെ 2-3 മാസം കഴിയുമ്പോൾ തന്നെ ആയാന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. എന്താ? അത് ഭൂമിയെക്കുറിച്ചാണ് ചോദിക്കണേ. ജോലിയായ അത് ഭൂമിയെക്കുറിച്ചാണ് ചോദിക്കണേ. പ്രൊമോഷനായ അതും ഭൂമിയെക്കുറിച്ചാണ് ചോദിക്കണേ. ലൈഫിൻ്റെ വീട് കിട്ടിയ അതും എല്ലാ ജനങ്ങൾ മുഴുവൻ ചോദിക്കണ ഭൂമിയെക്കുറിച്ചാണ്. പക്ഷേ ഈശോ പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ സ്വർഗരാജ്യത്തെക്കുറിച്ച് ചോദിക്കണമെന്ന്, നിത്യതയെക്കുറിച്ച് ചോദിക്കണമെന്ന്. അതായതിൻ്റെ വ്യത്യാസം എന്ന് പറയണത്. നിത്യതയെക്കുറിച്ച് ചോദിക്കണം. അപ്പോഴാണ് യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം എന്ന് പറയണത്. കർത്താവിൻ്റെ സ്വന്തമായി കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ പ്രോബ്ലം എന്താ? നമ്മുടെ ജീവിതത്തിൽ വരുന്ന നിങ്ങൾ കുറേ ഫങ്ഷനൊക്കെ ചെയ്യുന്നുണ്ട്. അതല്ല, ദൈവത്തിന് തോന്നണം നമ്മുടെ സ്വന്തം ആളാണെല്ലാം തോന്നണം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ. നിത്യതയെക്കുറിച്ച് ചോദിക്കണം. അപ്പം അങ്ങനെ നമ്മൾ നിത്യതയെക്കുറിച്ചുള്ള മറ്റുള്ളവരെ ആത്മീയമായിട്ട് ക്രിസ്തുവിനെ വളർത്തുന്ന സുവിശേഷം വരെ ചെയ്താൽ സാത്താൻ ഇടിമിന്നൽ പോലെ താഴെ വീഴുമെന്ന്. തിന്മ അങ്ങനെ അകന്നു പോണത്. അപ്പം തിന്മ അകന്നു പോകാൻ വേണ്ടിയുള്ള മാർഗം എന്ന് പറയുന്നത് ദൈവിക മാർഗം ഒന്ന് മാത്രമേ ഉള്ളൂ. അതെന്താണ്? ദൈവത്തെ മറ്റുള്ളവർക്ക് ദൈവിക പദ്ധതികൾ ആ ഉടമ്പടിയിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. കാര്യം ഉടമ്പടി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ സുവിശേഷ വേല ചെയ്യാതെ പറ്റത്തില്ല. എല്ലാ ദിവസവും ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുന്ന അനേകം മക്കളുണ്ട്. ഇന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കൃപാസനത്തിൻ്റെ സാക്ഷ്യം നിങ്ങൾ കണ്ടില്ലേ? പകുതി മുക്കാലും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് സാക്ഷ്യം പറയണില്ല. ഇപ്പോൾ 3 ഡോക്ടർമാരൊക്കെ ഒരുമിച്ച് കയറിയില്ല ഈ ദിവസങ്ങളിൽ. അതെന്താ? അവർക്ക് ബോധ്യപ്പെട്ടു ഇതിനെക്കുറിച്ച്, ഈ വിഷയത്തെക്കുറിച്ചോ. കാര്യം ഇതിൻ്റെ അകത്ത് സുവിശേഷ വിഹിതമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആരുടെ പൊടിപ്പും തൊങ്ങലും കൊണ്ട് ഒരു സംഭവം ഫാബ്രിക്കേറ്റ് ചെയ്തെടുത്തിരിക്കണമല്ല. ബൈബിൾ കടഞ്ഞപ്പോൾ പൊങ്ങിയ വെണ്ണയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അത് കഴിക്കുന്നതിനൊക്കെ തെളിഞ്ഞ് വരും. എൻ്റെ പേര് ജിൻസി. ഞാൻ പാലായിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2019 ജനുവരി മാസം 10-ാം തീയതിയാണ്. ഞാൻ 6 നിയോഗങ്ങൾ വെച്ചു. അതിൽ 2 എണ്ണം എൻ്റെ കുടുംബത്തിന് വേണ്ടിയും 4 എണ്ണം എൻ്റെ സ്വന്തത്തിലുള്ളവർക്കും വേണ്ടിയിട്ടായിരുന്നു. ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് 2013 ജൂൺ മാസത്തിൽ ഇവിടുന്ന് ഇറ്റലിക്ക് പോയതായിരുന്നു. അപ്പം ഞങ്ങൾ 2 പേരും നഴ്സുമാരാണ്. ഞങ്ങൾ കുറച്ചധികം ജോലിക്ക് ശ്രമിച്ചു. ജോലിയൊന്നും ശരിയാകാതെ വന്ന സമയത്ത് ഒരു വിസിറ്റിംഗ് വിസയിലാണ് ഇവിടുന്ന് ഇറ്റലിക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഡോക്യുമെൻറ്റ്സൊക്കെ റെഡിയാകാനായിട്ട് ഒരുപാട് താമസം ഉണ്ടായി. അപ്പം ഞാൻ ജനുവരി മാസം 10-ാം തീയതി ഉടമ്പടിയിൽ വെച്ചു. അപ്പം ജൂൺ മാസം 6-ാം തീയതി എൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് എൻ്റെ ഹസ്ബൻഡിന് ഇറ്റലിയിൽ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ രാവിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഞാൻ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ എപ്പോഴും പറയും, നിങ്ങളുടെ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് ഒരുപാട് ശക്തിയുണ്ടെന്ന്.
അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ ഇതുവരെ ഞാൻ എൻ്റെ ഒരു ജന്മദിനത്തിന് അമ്മയോട് ഞാനൊരു സമ്മാനമായിട്ടോ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ഈ ജന്മദിനത്തിന് ഞാൻ ചോദിക്കുകയാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡോക്യുമെൻറ്റ്സുകൾ റെഡിയാക്കി തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് തന്നെ എൻ്റെ ഹസ്ബൻഡിന് ഇറ്റാലിയൻ ഡോക്യുമെൻറ്റ്സുകൾ റെഡിയായി കിട്ടി. അതിന് പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ നേഴ്സാണ്. ഞാൻ 2007 നേഴ്സിംഗ് പഠിച്ചത്. അതിന് മുന്നായിട്ട് ഞാൻ സ്പോർട്സിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു. നാഷണൽ ലെവലിലൊക്കെ എനിക്ക് ഒത്തിരി പ്രൈസുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ TTC പഠിച്ചു. അപ്പോൾ എൻ്റെ കൂടെ സ്പോർട്സിനുണ്ടായിരുന്ന എല്ലാ ഫ്രണ്ട്സും തന്നെ റെയിൽവേയിലൊക്കെ നല്ല ഉദ്യോഗസ്ഥരാണ്. TTC കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി, TC പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നേഴ്സിങ്ങിന് പോകണമെന്ന്. അങ്ങനെയാണ് ഞാൻ നേഴ്സിങ്ങിന് പോകുന്നത്. അപ്പോൾ നേഴ്സിംഗ് കഴിഞ്ഞ് ഞാൻ 2007 പാസ് ഔട്ടായി. ഞാൻ 2 പ്രാവശ്യം IELTS എഴുതി. ഞങ്ങൾ കാനഡയ്ക്കുള്ള മൈഗ്രേഷൻ 2013 സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അന്ന് തൊട്ട് ജോലിക്കുള്ള അന്വേഷണങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോസസ്സിങ്ങിലാണ്. എല്ലാവരും ചോദിക്കും, ഇതുവരെ ജോലിയൊന്നും ആയില്ലേ. ചിലർ ചോദിക്കും, ടീച്ചറാണോ? എനിക്ക് ആരോടും ഒരു മറുപടി പറയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഞാൻ വളരെയധികം വിഷമിക്കുകയായിരുന്നു. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനിടയ്ക്കാണ് എൻ്റെ കസിൻ പറഞ്ഞു, ഇങ്ങനെ ജർമ്മനിയിൽ ഒരുപാട് നഴ്സുമാർക്ക് ജോലി സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്തായാലും ജർമ്മൻ പഠിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ജർമ്മൻ B1 വരെ പഠിച്ചു. B2 പഠിച്ചുകൊണ്ടിരുന്നിട്ട് അത് ക്ലിയർ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കാതെ വന്നു. അപ്പം ഞാനിങ്ങനെ ഇവിടെ ഉടമ്പടിയിൽ എൻ്റെ ഒരു നിയോഗമായിരുന്നു, എൻ്റെ ജോലി ഒന്ന് റെഡിയാകുക എന്നുള്ളത്. അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം ഫോണിൽ നോക്കി, ഇങ്ങനെ ചുമ്മാ ഫേസ്ബുക്ക് നോക്കിയിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു പരസ്യം കാണുവാണ്, ജർമ്മനിയിൽ നഴ്സുമാരെ ആവശ്യമുണ്ടെന്ന് ജർമ്മനിയിലുള്ള ഒരു ഏജൻസി തന്നെ പറയുവാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് താല്പര്യമുണ്ടെന്ന് ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു. അന്ന് തന്നെ അവർ ഇൻ്റർവ്യൂ നടത്തി. അവർ വളരെ സംതൃപ്തിയായിരുന്നു. അപ്പോൾ ജർമ്മൻ ഭാഷ സംസാരിക്കാൻ എനിക്ക് നന്നായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ B2 പാസ്സായില്ലെങ്കിലും നന്നായിട്ട് ജർമ്മൻ സംസാരിക്കാൻ ഒരു കഴിവ് ദൈവം എനിക്ക് തന്നിരുന്നു. അപ്പം അന്ന് മുതൽ അതിൻ്റെ പ്രോസസ്സിങ്ങും ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കാനഡയുടെ പ്രോസസ്സിങ്ങും ഉണ്ട്. എനിക്ക് ഓരോ പരീക്ഷ വരുന്ന സമയത്തും, ഞാൻ ജർമ്മൻ്റെ പരീക്ഷ എഴുതിയിട്ട് വരുന്ന ദിവസങ്ങളിൽ എനിക്ക് കാനഡയുടെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സുകൾ വരും. ആകെപ്പാടെ ഒരു തീരുമാനം എടുക്കണമെന്ന് പറ്റാത്തൊരവസ്ഥയിൽ വിഷമിക്കുകയായിരുന്നു. എന്തായാലും ഞാൻ ഹസ്ബൻഡുമായിട്ട് സംസാരിച്ചു. ഹസ്ബൻഡ് പറഞ്ഞു, എന്തായാലും ജർമ്മനിക്ക് തന്നെ പോകാമെന്നൊരു തീരുമാനം ഞങ്ങൾ എടുത്തു. അപ്പോൾ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, അമ്മ മാതാവാണ് എനിക്ക് ഈ ഒരു അവസരം ഒരുക്കി തന്നതെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. അങ്ങനെ എന്തായാലും അവർ ജർമ്മനിയിൽ നിന്ന് ഞങ്ങൾക്ക് ക്ലാസ് അറേഞ്ച് ചെയ്ത് തന്നു. അത് ഫ്രീ ആയിട്ടാണ്. ഞാൻ ഇവിടുന്ന് ഇൻ്റർവ്യൂ, അതായത് ഒരു ഡിസംബർ മാസത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. 2020 ഡിസംബറിലാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അതിനുശേഷം അവർ ക്ലാസ് അറേഞ്ച് ചെയ്ത് തന്നു. അപ്പം എനിക്ക് ഇവിടുന്ന് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. വളരെ സന്തോഷത്തോടെ ക്ലാസ്സൊക്കെ പോവുകയാണ്. അപ്പോഴാണ് കോവിഡിൻ്റെ ഭയങ്കര ഇഷ്യൂ വന്നു. പോകാനായിട്ട് ഡിലേ ആയി. അവിടെ പേപ്പർ വർക്കുകൾ നടക്കുന്നില്ല. ഇവിടെ നിന്ന് നമുക്ക് പേപ്പർ വർക്കുകൾ ക്ലിയർ ആക്കാൻ പറ്റുന്നില്ല. അപ്പം ഞങ്ങളെല്ലാവരും വളരെ പ്രാർത്ഥിച്ചു. അപ്പം ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഞാനിങ്ങനെ നമ്മുടെ കൃപാസനത്തിലെ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാവരോടും പറയും, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും, നമുക്ക് പ്രാർത്ഥിക്കും, ഇങ്ങനെ കൃപാസന മാതാവ് നമ്മളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പോകാനായിട്ട് ഒത്തിരി ഡിലേ ആവുകയാണ്. ആ സമയത്ത് നമ്മൾ ജർമ്മനി ജോലി ചെയ്യുന്നില്ലെങ്കിൽ തന്നെ മാസം ഒരു ചെറിയ തുക അവർ നമുക്ക് ഇങ്ങോട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് അയച്ചു തന്നുകൊണ്ട് ഞങ്ങൾ 2022 ജനുവരി മാസം 19-ാം തീയതി ഞങ്ങൾ 6 മക്കൾ ഇവിടുന്ന് ജർമ്മനിക്ക് പോയി എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ടിക്കറ്റ് സഹിതം അവരാണ് നമുക്ക് റെഡിയാക്കി തന്നത്. ജോലിയും എല്ലാം റെഡിയാക്കി തന്നു. അപ്പം അച്ഛൻ പറഞ്ഞ പോലെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയുടെ ഒരു അനുഗ്രഹമായിരുന്നു അത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് 19-ാം തീയതി പോയി, 20-ാം തീയതി അവിടെ എത്തി. 21-ാം തീയതി മുതൽ ജോലിയിൽ കയറാനുള്ള ഒരു വലിയ കൃപ നൽകി അനുഗ്രഹിച്ചു. ജോലി സ്ഥലത്താണേലും നന്നായിട്ട് ഭാഷ സംസാരിക്കുന്നതുകൊണ്ട് അവർക്ക് ഭയങ്കര താല്പര്യമുണ്ട് നമ്മളോട്. വളരെ നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റി. അങ്ങനെ ഇരിക്കെ എനിക്ക് ജൂലൈ 7-ാം തീയതി വരെയാണ്, അതായത് 2022 ജൂലൈ 7 വരെ എനിക്ക് വിസ ഉണ്ടായിരുന്നുള്ളൂ. മാർച്ച് മാസത്തിൽ എനിക്ക് വിസ പുതുക്കാനായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പം ഞങ്ങളിൽ 3 പേർക്ക് 7 മാസത്തെ വിസയും 2 പേർക്ക് 1 വർഷത്തെ വിസയാണ്. അപ്പോൾ എൻ്റെ 2 ഫ്രണ്ട്സ് വിസ പുതുക്കാൻ പോയി. ആ സമയത്ത് എനിക്ക് കോവിഡ് കാരണം എനിക്ക് പോകാനായിട്ട് പറ്റിയില്ല. അപ്പം മെയ് മാസം 2-ാം തീയതി വീണ്ടും ഞാനൊരു അപ്പോയിൻമെൻ്റ് എടുത്തു. അന്ന് പോയി വിസ പുതുക്കാനായിട്ട് കൊടുത്തു. അപ്പം ആ വിസ പുതുക്കാനായിട്ട് കൊടുത്ത് എനിക്ക് മറുപടി ഒന്നും വരുന്നില്ല. അപ്പോൾ ജൂലൈ മാസം 21, അതായത് ഞങ്ങൾക്ക് ജർമ്മനിയിൽ നമ്മളിപ്പോൾ ചെന്ന് കഴിഞ്ഞാലും അവിടെ നേഴ്സിങ്ങിൻ്റെ ഒരു എക്സാം നമ്മൾ പാസ്സാവണം. അതായത് നമ്മളിവിടെ ഇംഗ്ലീഷിൽ പഠിച്ചത് മുഴുവൻ നമ്മൾ ജർമ്മൻ ഭാഷയിൽ പഠിച്ച്
നമ്മൾ അവിടെ ഒരു എക്സാം എഴുതണം. ആകെ നമുക്ക് 2 ചാൻസേ കിട്ടത്തുള്ളൂ. ആ 2 ചാൻസിൽ പാസ്സായില്ലെങ്കിൽ ഒന്നുകിൽ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോരുക, അല്ലെങ്കിൽ അവിടെ നമ്മൾ നേഴ്സിംഗ് ഒന്നുകൂടി പഠിക്കുക എന്നാണ്. അപ്പം ഞാൻ 2007 ഞാൻ പഠിച്ച് പാസ് ഔട്ട് ആയത്. അപ്പോൾ ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കും. ഞാൻ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ആൻറ്റിയുടെ കയ്യിൽ, എനിക്ക് കോവിഡ് കാരണം കൃപാസനത്തിൽ വരാൻ പറ്റിയില്ല. അതുവരെ ഞാൻ എല്ലാ മാസവും മുടങ്ങാതെ വരുന്നതായിരുന്നു. അപ്പോൾ ആൻറ്റിയുടെ കയ്യിൽ നിന്ന് ഞാൻ മാതാവിൻ്റെ ഒരു രൂപം വാങ്ങിക്കൊണ്ട് പോയി. അപ്പോൾ അതുമായിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ എൻ്റെ റൂമിൽ ഞാനതിങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ, എൻ്റെ വിസ പുതുക്കി കിട്ടുന്നില്ല, ഞാൻ നിന്നെയും കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, നമ്മൾ രണ്ടും കൂടി ഇവിടുന്ന് നാണം കെട്ട് തിരിച്ചു പോകാൻ നീ അനുവദിക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ യൂട്യൂബിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ 2 ടോക്കുണ്ട്. നിൻ്റെ നിർണായക തീയതികളെ ദൈവം അനുഗ്രഹിക്കും, അതുപോലെ തന്നെ ഏത് പ്രതിസന്ധികളിൽ ഇരിക്കുന്നവർക്കും പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന 2 ടോക്കുണ്ട്. അപ്പം ഞാൻ ദിവസവും 2-3 പ്രാവശ്യം ഈ യൂട്യൂബിൽ 14 മിനിറ്റും 10 മിനിറ്റാന്ന് തോന്നുന്നു, ആ പ്രാർത്ഥന എടുത്ത് ഞാൻ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കും, ദൈവമേ വിസ പുതുക്കി കിട്ടണേ. അതായത് ജൂലൈ മാസം 21 ഞങ്ങളുടെ കോഴ്സ് തീരേണ്ടതാണ്. അപ്പം അതിന് മുന്നായിട്ട് ഞാൻ ഈ പരീക്ഷ പാസ്സായില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് വിസ പുതുക്കി കിട്ടുന്നില്ലല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അമ്മേ നാണം കെടാനായിട്ട് അനുവദിക്കരുത്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും എൻ്റെ ചേച്ചിയോടും മാത്രം പറഞ്ഞു, എൻ്റെ ജോലി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്, ഞാൻ തിരിച്ചു വരുമോ എന്നറിയില്ല. അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ ആരോടും പറയണ്ട, നീ വിഷമിക്കണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം, ഇനി എന്തെങ്കിലും കാരണത്താൽ എന്തെങ്കിലും ഒരു വിഷയമായെങ്കിൽ നീ എൻ്റെ കൂടെ ഇറ്റലിക്ക് പോന്നാൽ മതി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇറ്റലിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞിട്ട് പോരുവാ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് എന്നെ എപ്പോഴും ആശ്വസിപ്പിച്ചു. ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ ജർമ്മൻ ഭാഷ പഠിക്കുന്ന മക്കൾക്കറിയാം, ആ ഭാഷ പഠിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, എന്തായാലും അമ്മ അവിടെ അത്ഭുതം പ്രവർത്തിച്ചു, എന്നെ നാണം കെടുത്താൻ അമ്മ അനുവദിച്ചില്ല. ഞങ്ങളുടെ സ്കൂള്, ഞങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് കൊറോണ കാരണം അമ്മ അത് ക്ലോസ് ചെയ്യിപ്പിച്ച് ഞങ്ങളുടെ കോഴ്സിൻ്റെ കാലാവധി നീട്ടി. അതായത് സെപ്റ്റംബർ മാസം വരെ ആ കോഴ്സിൻ്റെ കാലാവധി നീട്ടി. അതുപോലെ ഓഗസ്റ്റ് 11-ാം തീയതി എക്സാം നടന്നു. അതായത് പ്രാക്ടിക്കൽ എക്സാമും ഉണ്ട്, സ്പീക്കിങ്ങിൻ്റെ എക്സാമും ഉണ്ട്. അമ്മ അവിടെ എന്നെ നാണം കെടാനായിട്ട് അനുവദിച്ചില്ല. അമ്മ എൻ്റെ കൂടെ വന്ന് എന്നെ സഹായിച്ചു. ആദ്യ ചാൻസിൽ തന്നെ എനിക്ക് നല്ല രീതിയിൽ പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ടും പാസ്സാകാനുള്ള കൃപ നൽകി അമ്മ അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ 14 വർഷം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഞങ്ങളുടെ കുടുംബത്തിലെ മൂത്തയാളാണ്. അപ്പം അന്ന് മുതൽ ഞങ്ങൾക്കൊരു ഭവനം വേണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അപ്പം 2020 ജനുവരി മാസത്തിൽ ഞാൻ 3ാമത് ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് ഞാൻ ഒരു നിയോഗമായിട്ട് വെച്ചു, എനിക്ക് വീട് പണിയാനായിട്ട് സ്ഥലം വേണം. അപ്പോൾ അച്ഛൻ എപ്പോഴും അച്ഛൻ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ മാതാവിനോട് ചോദിക്കുമ്പം കൂടുതൽ ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് എല്ലാവരും പറയും, ഒരു 10 സെൻറ്റ് സ്ഥലം എല്ലാം മേടിച്ചിട്ട് വീട് പണിയാനുള്ളത് നോക്കിയാൽ പോരേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ വേണ്ട, എനിക്ക് വീട് പണിയാണെങ്കിൽ എനിക്ക് കുറച്ച് കൂടുതൽ സ്ഥലം വേണം, എനിക്ക് കുറേ എല്ലാം നടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ കൂടുതൽ സ്ഥലം വേണം. അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അമ്മ അവിടെ എന്നെ കൈവിട്ടില്ല. ഞാൻ OLX കണ്ട് ഒരു ബ്രോക്കറുടെ സഹായം പോലും ഇല്ലാതെ ഒരു 35-40 സെൻറ്റ് സ്ഥലം വാങ്ങാനായിട്ടും, അതുപോലെ 2021 സെപ്റ്റംബർ 13-ാം തീയതിയാണ് നമ്മൾ വീടിന് തറക്കല്ലിടുന്നത്. അന്ന് കല്ലിടുന്ന സമയത്ത് ഞാൻ ആ കല്ല് മുഴുവൻ വചനം എഴുതി, അനുഗ്രഹത്തിൻ്റേതായ വചനം എഴുതി. അതിന് മുന്നായിട്ട് ഈ ഫ്ലോട്ട് ലെവൽ ചെയ്ത സമയത്ത് ഞാൻ ഒരു പേപ്പറിൽ ഹബബൂക്ക് 1:5 പറയുന്നു, ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവാൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. അപ്പം എൻ്റെ വീട്ടിൽ കുരിശുവരിക്ക് ശേഷം ഞങ്ങൾ ഒരുപാട് അനുഗ്രഹത്തിൻ്റെതായ വചനം 3 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കും. അപ്പം ഞാൻ ഈ വചനം ഒരു പേപ്പറിൽ എഴുതി ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഞാൻ ആ ലെവൽ ചെയ്ത് ഫ്ലോട്ടിൽ ഞാൻ കൊണ്ടുപോയി കുഴിച്ചിട്ടു. എന്നിട്ട് ഞാൻ നമ്മുടെ വീട് പണിയുന്നത് കിഴക്ക് സൈഡിലേക്കാണ് ദർശനം വരുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചു, അമ്മേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഞങ്ങളൊന്നും കരുതി വെച്ചിട്ടില്ല, നീ അത്ഭുതം പ്രവർത്തിക്കണം, നിൻ്റെ ശക്തി ഇവിടെ വെളിപ്പെടുത്തണം എന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ അത്ഭുതം എന്ന് പറയട്ടെ, അവിടെ ആദ്യം കിണർ കുത്തി 5 മിനിറ്റിനുള്ളിൽ ഹിറ്റാച്ചി വന്നാണ് കുത്തുന്നത്. 5 മിനിറ്റിനുള്ളിൽ ആ പറമ്പിൽ വെള്ളം കിട്ടി. അപ്പം ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കും, സങ്കീർത്തനം 78:15, അവിടുന്ന് മരുഭൂമിയിൽ പാറ പിളർന്നു, അവർക്ക് കുടിക്കാൻ ആഴത്തിൽ നിന്ന് സമൃദ്ധമായ ജലം നൽകി, പാറയിൽ നിന്ന് അവിടുന്ന് നീർച്ചാലൊഴുക്കി, ജലം നദി പോലെ ഒഴുകി. ഈ ഹിറ്റാച്ചി വന്ന് കിണർ കുത്തുന്ന സമയത്ത് ഞാൻ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ ഈ വചനം നിർത്താതെ ഞാൻ ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ. ഇത് കണ്ടവർ പലരും പറഞ്ഞു അത് മഴവെള്ളം ഒരു സൈഡിലേക്ക് ഒഴുകി വന്നതാണ്, ഉറവയല്ല എന്ന് പറഞ്ഞു.
അമ്മയുടെ അത്ഭുതം എന്ന് പറയട്ടെ, ആ കിണറിൽ നമ്മൾ ആദ്യം കണ്ട ലെവലിൽ തന്നെ ഇന്നും വെള്ളം താഴാതെ തന്നെ നിൽക്കുന്നു. അവിടെ വെള്ളമില്ലാത്ത ഒരു ഏരിയയാണ്. 8.5 കോല് പാറയാണ് നമ്മൾ കുഴിച്ചിരിക്കുന്നത്. വെള്ളം അതേപടി നിൽക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മറ്റൊരു അത്ഭുതം. അതുപോലെ ഞാനിവിടുന്ന് പോകുന്നതിന് മുന്നായിട്ട് ജനുവരി 5-ാം തീയതിയാണ് നമ്മുടെ വീടിൻ്റെ കട്ടളവെപ്പ് നടക്കുന്നത്. ജനുവരി 19-ാം തീയതി ഞാനിവിടുന്ന് പോയി. ഞങ്ങൾ വീട് പണിക്കായിട്ട് ഒന്നും കരുതി വെച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഒരു ദിവസം പോലും ആ ഭവനത്തിൻ്റെ പണിക്ക് പൈസയ്ക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായി. അത് നിൽക്കാനായിട്ട് അനുവദിച്ചില്ല. അപ്പം ഞാൻ അവിടെ ചെന്ന് 3 മാസമായപ്പോൾ തന്നെ ഞാൻ എൻ്റെ മേലുദ്യോഗസ്ഥയോട് പറഞ്ഞു, എനിക്ക് സെപ്റ്റംബറിൽ വെക്കേഷന് നാട്ടിൽ പോകണം എന്ന് പറഞ്ഞ് ഞാൻ സെപ്റ്റംബർ 5-ാം തീയതി തൊട്ട് ഞാൻ ലീവ് ചോദിച്ചു. അന്ന് തൊട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കും, അമ്മയുടെ ജന്മദിനത്തിൻ്റെ അന്ന് വീടിൻ്റെ വെഞ്ചിരിപ്പ് വയ്ക്കാനായിട്ടുള്ള കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കും. അതുപോലെ എപ്പോഴും ഞാൻ ജർമ്മനിയിലാണെങ്കിൽ ക്ലാസ്സിൽ പോകുന്ന സമയത്തും ജോലിക്ക് പോകുന്ന സമയത്തും എപ്പോഴും ജപമാല എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എപ്പോഴും കൊന്ത ചെല്ലും. ജോലിക്ക് പോകുന്ന സമയത്ത് അവിടെയും ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ അച്ഛൻ എപ്പോഴും പറയും ആതുര ശുശ്രൂഷ ചെയ്യുന്നത് വളരെ അനുഗ്രഹമാണെന്ന്. അപ്പം ഞാൻ എൻ്റെ ജോലി സ്ഥലത്തും ഞാൻ ഇതുപോലെ പ്രാർത്ഥിക്കും. എല്ലാ തരത്തിലും അമ്മയുടെ ഒരു അനുഗ്രഹം എന്ന് പറയട്ടെ. ഇങ്ങോട്ട് നാട്ടിലേക്ക് പോരാനായിട്ട് എനിക്ക് വിസയ്ക്ക് വീണ്ടും പ്രശ്നമുണ്ടായി. എനിക്ക് ഡോക്യുമെൻറ്റ്സുകൾ വിസ പുതുക്കാനായിട്ട് കൊടുത്തിരിക്കുക. അതായത് നമുക്കിനി 4 വർഷത്തെ വിസയാണ് ഈ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടേണ്ടത്. അപ്പോൾ എനിക്ക് വരാനായിട്ട് പറ്റുന്നില്ല. ഞാൻ അവർക്ക് എൻ്റെ ഉദ്യോഗസ്ഥർക്ക് മെയിൽ അയച്ചു, എനിക്ക് എമർജൻസി ആയിട്ട് നാട്ടിൽ പോകണം. എന്നിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ നിൻ്റെ ജന്മദിനത്തിൻ്റെ അന്നാണ് ഞാൻ നമ്മുടെ വീടിൻ്റെ വെഞ്ചിരിപ്പ് വയ്ക്കാനായിട്ടിരിക്കുന്നത്, നാടൻ കടാനായിട്ട് അനുവദിക്കില്ല. ഞാൻ അതിന് മുന്നായിട്ട് 1 മാസം മുന്നേ ഞാൻ അമ്മയിൽ വിശ്വസിച്ച് ഞാൻ എൻ്റെ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റും എടുത്തു വെച്ചു. എൻ്റെ ലഗേജ് ഞാൻ 2 ആഴ്ച മുന്നേ ഞാൻ പാക്ക് ചെയ്ത് വെച്ചു. എനിക്ക് 100 മടങ്ങ് വിശ്വാസമായിരുന്നു എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട്, എന്നെ സഹായിക്കുമെന്ന്. ദൈവാനുഗ്രഹത്താൽ ഈ മാസം 6-ാം തീയതി നാട്ടിലെത്താനായിട്ടും 8-ാം തീയതി വളരെ അനുഗ്രഹപ്രദമായ രീതിയിൽ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ 2400 സ്ക്വയർ ഫീറ്റോളമുള്ള ഒറ്റ നിലയുള്ള അതിമനോഹരമായ ഒരു ഭവനം കയറി താമസിക്കാനും ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇത്രത്തോളം അനുഗ്രഹങ്ങൾ തന്ന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ഷൈബിൻ സിബി. ഞാൻ വരുന്നത് കട്ടപ്പന, ഇടുക്കി ജില്ലയിൽ നിന്നാണ്. ഞാൻ ഈ മാസം 9-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി പ്രാർത്ഥന എടുത്തത്. അതിനു മുമ്പ് ഞാൻ +2 കഴിഞ്ഞെങ്കിലും ഞാൻ വിദേശത്തേക്ക് ഉപരിപഠനത്തിനായിട്ട് പോകാനായിട്ട് ഒത്തിരി ആഗ്രഹിച്ചു. പക്ഷേ എനിക്കത് സാധിച്ചില്ല. കാരണം എൻ്റെ ഇയർ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ കാരണം യൂണിവേഴ്സിറ്റികൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എന്നെ അനുഗ്രഹിക്കുവാണെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ അമ്മ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഒരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു. അവിടുന്ന് അഡ്മിഷൻ കിട്ടി. അവിടുന്ന് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമായിരുന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം റിസൾട്ട് വന്നില്ല. ഒറിജിനലായിട്ടുള്ള ഒരു മോക്ക് ഇൻ്റർവ്യൂ മാത്രമാണ് കഴിഞ്ഞത്. പക്ഷേ ഒറിജിനലായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിന് ഡേറ്റ് വന്നില്ല. അപ്പം ഞാൻ ഓർത്തു, ഞാനിവിടെ വന്ന് ഉടമ്പടിയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനത് പാലിച്ചില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, മാതാവേ അതുകൊണ്ടാണോ എൻ്റെ ഇത് ലേറ്റ് ആകുന്നേ എന്നൊക്കെ ഞാൻ വിചാരിച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ മറ്റെല്ലാവരെയും കാലം എനിക്ക് ഒറിജിനൽ ഇൻ്റർവ്യൂവിന് ഡേറ്റ് തരാതെ എൻ്റെ ട്രയൽ ഇൻ്റർവ്യൂ തന്നെ എനിക്കത് പാസ്സാകാനായിട്ട് സാധിച്ചു. അതിനുശേഷം എൻ്റെ വിസ പ്രോസസ്സിങ് തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം സബ്മിറ്റ് ചെയ്തു. പക്ഷേ എൻ്റെ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ എന്തോ ഡേറ്റ് എന്തോ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വിസ പെൻഡിങ് ആണ്, നിങ്ങളുടെ വിസ ശരിക്കും വെരിഫൈ ചെയ്യാതെ അത് സാങ്ഷൻ ആകാനായിട്ട് സാധിക്കുകയില്ല എന്ന് വിസ വെരിഫിക്കേഷൻ സെൻറ്ററിൽ നിന്ന് മെസ്സേജ് വന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഈശോയെ ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ആ ആഴ്ച തന്നെ 9-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ റിക്വസ്റ്റ് അയക്കുകയും ചെയ്തു. അതിനുശേഷം പിറ്റേ ദിവസം, അതായത് വ്യാഴാഴ്ച, ആ ആഴ്ച തന്നെ വ്യാഴാഴ്ച എനിക്ക് വിസ ഓഫീസിൽ നിന്ന് തന്നെ ഒരു മെസ്സേജ് വന്നു, നിങ്ങളുടെ വിസ പ്രോസസ്സിംഗ് ആണെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. പക്ഷേ അതിനുശേഷം എനിക്ക് വേറെ ഒന്നും മെസ്സേജുകളും കാര്യങ്ങളും ഒന്നും വന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് ഉടമ്പടി എടുത്ത് അന്ന് തന്നെ പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ എനിക്ക് ഈ വിസ സബ്മിറ്റ് ചെയ്തതിൻ്റെ 7-ാമത്തെ ദിവസം എനിക്ക് എൻ്റെ വിസ എൻ്റെ കൈ കിട്ടണം, അതായത് അടുത്ത വെള്ളിയാഴ്ച എൻ്റെ വിസ എൻ്റെ കൈ കിട്ടണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ ഉടമ്പടിയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം പ്രാർത്ഥിച്ച് പാലിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അങ്ങനെ എനിക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച എൻ്റെ വിസ സാങ്ഷനായി. 3 വർഷത്തേക്കിനുള്ള എൻ്റെ സ്റ്റഡി കോഴ്സിൻ്റെ വിസയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2 ദിവസത്തിനകം തന്നെ എൻ്റെ ടിക്കറ്റും സാങ്ഷനായി. 28-ാം തീയതി എനിക്ക് വിദേശത്തേക്ക് UK പോകാനായിട്ട് സാധിക്കും. എനിക്ക് ഈ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി.